സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷനും അതിന്റെ എക്സസൈസും പഠിച്ചിരുന്നു. നമുക്കിന്ന് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പഠിക്കാം. അപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എല്ലാവരും പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചിരുന്നു. അത് ഏതെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരെണ്ണം മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, അങ്ങനെ കുറെ പോളിനോമിയൽ ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ ആ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. പോളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, അങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇവയൊക്കെ പഠിച്ചു അല്ലെ? അപ്പോൾ കുറെ അധികം ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഫംഗ്ഷൻ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്രാവശ്യം ഈ 12th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ള ഫംഗ്ഷൻസ് ആണ് 1 ഫംഗ്ഷൻ അഥവാ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ, രണ്ടാമതായിട്ട് മിനി 1 ഫംഗ്ഷൻ, മൂന്നാമതായിട്ട് ഓൺ ടു ഫംഗ്ഷൻ അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ, നാലാമതായിട്ട് 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോ ഈ 1, 2, 3, 4 4 ടൈപ്പ് ഫംഗ്ഷൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ 12th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഈ 1 ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. 1 ഫംഗ്ഷൻ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ 1 ആണ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. അപ്പോ നമുക്ക് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ റോൾ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ എലമെന്റ്സിനും അപ്പോൾ നമുക്ക് ക്ലാസ്സിലെ കുട്ടികൾ ഒരു സെറ്റ്, എക്സ് എന്നുള്ള സെറ്റ്, വൈ എന്നുള്ളത് അവരുടെ റോൾ നമ്പർ. ഓരോരുത്തർക്കും ഡിഫറെന്റ് ഇമേജസ് അല്ലേ വരാം. ഇപ്പോ എക്സ് എന്നുള്ള ആൾക്ക് 1 ആണ് നമ്പർ എങ്കിൽ വൈ എന്നുള്ള ആൾക്ക് 1 വരില്ലല്ലോ, 2 അല്ലേ വരാം. അപ്പൊ അങ്ങനെ ഓർഡറിലാണ് വരുന്നത്. ഡിഫറെന്റ് ഇമേജസ്, ഓരോ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജസ് വരും. അപ്പൊ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമുക്ക് 1 ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. A function f from x to y is defined to be 1 or injective if the images of distinct elements of x under f are distinct images ആയിരിക്കണം. For every x1 x2 element of x, f of x1 equal to f of x2 implies x1 equal to x2. അല്ലെങ്കിൽ നമുക്ക് പറയാം f of x1 ഉം f of x2 ഉം ഈക്വൽ ആവുന്നത് x1 ഉം x2 ഉം ഈക്വൽ ആവുമ്പോൾ മാത്രമാണ്. അല്ലാതെ ഇമേജസ് സെയിം ആവില്ല. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് തന്നെ വരണമെങ്കിൽ നമുക്ക് അത്തരം ഫംഗ്ഷൻ എന്ത് പറയാം? 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എന്താ? നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ റോൾ നമ്പർ, ഓരോരുത്തർക്കും ഡിഫറെന്റ് റോൾ നമ്പർ ആണ് അല്ലേ? അപ്പൊ അത് 1 ഫംഗ്ഷൻ. ഇനി 1 ഫംഗ്ഷൻ അതിന്റെ കുറച്ച് ഇത് നോക്കിയേ, ഒരു എക്സാമ്പിൾ പോലെ നോക്കിയേ. അപ്പൊ നമ്മുടെ ഇത് എക്സ് എന്ന് പറഞ്ഞ സെറ്റിൽ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടറിലെ ഷോർട്ട് കട്ട്സ് അല്ലേ? കൺട്രോൾ സി എന്നുള്ളത് കോപ്പി ആണ്, കൺട്രോൾ എക്സ് ആണെങ്കിൽ കട്ട്, കണ്ടോ? അപ്പോ ഈ ഷോർട്ട് കട്ട് കീസും ഫംഗ്ഷനും, അതിന്റെ ഷോർട്ട് കട്ട് കീസ് എക്സും വൈയിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഫംഗ്ഷനും. അപ്പോ ഇതെന്ത് ടൈപ്പാണ്? ഓരോന്നിനും ഡിഫറെന്റ് ഇമേജസ് ആണ് അല്ലെ? ഓരോ എക്സിനകത്തുള്ള ഓരോ എലമെന്റ്സിനും ഡിഫറെന്റ് ഇമേജസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിത് എന്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം? 1 അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി മെനി 1 ഫംഗ്ഷൻ, 1 അല്ലാത്ത ഫംഗ്ഷനെ നമുക്ക് മെനി 1 ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഓരോ എലമെന്റിനും ഡിഫറെന്റ് ഇമേജസ് അല്ലാതെ എന്ത് വരുന്നു? 1നും 2നും ബി തന്നെ സെയിം ഇമേജ് വരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഫംഗ്ഷൻ എന്ത് പറയാം? മെനി 1 ഫംഗ്ഷൻ എന്ന് പറയാം. 1 അല്ല, ഡിഫറെന്റ് ഇമേജസ് അല്ലെങ്കിൽ സെയിം ഇമേജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മെനി 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഫംഗ്ഷൻ f from x to y is defined to be 1 or injective if the images of distinct element of x under f are distinct, that is for every x1 x2 element of x, f of x1 equal to f of x2 implies x1 equal to x2. അതാണ് 1ന്റെ ഡെഫിനിഷൻ. അല്ലാത്ത കേസ്, അതർവൈസ് അല്ലെങ്കിൽ എന്ത് പറയാം? f is called many 1, അല്ലെങ്കിൽ നമുക്കതിനെ 1 അല്ലെങ്കിൽ many 1 ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോ എക്സാമ്പിൾസ് ശ്രദ്ധിക്കുക. 1ന്റെയും 2ന്റെയും ഇമേജ് ബി ആണ്, ഡിഫറെന്റ് ഇമേജസ് അല്ല. ഇവിടെ നോക്കിയേ, 1ന്റെയും 2ന്റെയും ഇമേജ് എ ആണ്, 3യുടെ ഇമേജ് ബി, 4ന്റെ ഇമേജ് സി. അപ്പൊ ഇവിടെ 1നും 2നും സെയിം ഇമേജ് വന്നുകൊണ്ട് ഇത് 1 ഫംഗ്ഷൻ ആവില്ല. പിന്നെ എന്ത് ഫംഗ്ഷനാ? മെനി 1 ഫംഗ്ഷനാ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, ഹോമോനിംസ്. അപ്പോൾ ടു ഗോ ഇൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ ലീഡ്, കണ്ടോ? നമ്മൾ എക്സിൽ എഴുതിയിരിക്കുന്ന വേർഡ്സ് നോക്കാം. അപ്പൊ ടു ഗോ ഇൻ ഫ്രണ്ട്, ലെഡ്, മെറ്റലും ലെഡ് തന്നെ അല്ലെ? അപ്പൊ ഈ രണ്ട് ടു ഗോ ഇൻ ഫ്രണ്ടിനും മെറ്റലിനും ഒരേ ഇമേജ് ആണ് ഇപ്പുറം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് എന്താ? മെനി 1 ഫംഗ്ഷൻ എക്സാമ്പിളാ. എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്, അതുപോലെ തന്നെ ദ ലാൻഡ് അലോങ് സൈഡ് എ റിവർ ഓർ ലേക്ക് ഈസ് ഓൾസോ സെറ്റ് ടു ബി ബാങ്ക് അല്ലെ? അപ്പൊ ഇതെന്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്? ഇത് മെനി 1 ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്കാം.
ഇനി അടുത്തതാണ് ഓൺ ടു ഫംഗ്ഷൻ അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ. എന്താന്ന് നോക്കാം. ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ ഈ വൈനകത്തുള്ള എല്ലാ എലമെന്റ്സിനും എക്സില് പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം. അതാണ് ഓൺ ടു ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അപ്പൊ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ടു ബി ഓൺ ടു ഓർ സർജക്റ്റീവ് ഇഫ് എവരി എലമെന്റ് ഓഫ് വൈ, കണ്ടോ, എവരി എലമെന്റ് ഓഫ് വൈ ഈസ് ദ ഇമേജ് ഓഫ് സം എലമെന്റ് ഓഫ് എക്സ് അണ്ടർ എഫ്. അപ്പോ വൈനകത്തുള്ള എല്ലാ എലമെന്റ്സും ഏതെങ്കിലുമൊക്കെ എക്സിന്റെ ഇമേജസ് ആയിട്ട് പ്രീ ഇമേജ്, അപ്പോ ഇമേജസ് ആയിട്ട് വരണം ഏതെങ്കിലുമൊക്കെ എക്സിന്. അപ്പൊ ഇവിടെ നോക്കിയേ, വണ്ണിന് എക്കും ബിക്കും സിക്കും ഒക്കെ ഇപ്പുറം എന്തുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രീ ഇമേജസ് ഉണ്ട്. അതുപോലെ എക്ക് ഇവിടെ 3 ഉണ്ട്, ബിക്ക് 1 ഉണ്ട്, 2ക്ക് സി ഉണ്ട്. ഇവിടെ ഒന്നും തന്നെ വേക്കന്റ് ആയിട്ട് ഈ സെക്കൻഡ് സെറ്റിനകത്ത് പ്രീ ഇമേജ് ഇല്ലാതെ നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാം ദ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആർ ഓൺ ടു ഫങ്ഷൻസ്. മറ്റൊരു പേരാണ് സർജക്റ്റീവ് ഫങ്ഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഒരു എക്സാമ്പിൾ നോക്കാം സർജക്റ്റീവ് ഫങ്ഷൻ. മോഹിനിയാട്ടം നവ്യ, ഭരതനാട്യം നവ്യ, പോയം റെസിറ്റേഷൻ വിനീത്, മോണോ ആക്ട് ബിന്ദുജ, കുച്ചിപ്പുടി, അമ്പിളിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള നവ്യക്കും അമ്പിളിക്കും വിനീതിനും ബിന്ദുജയ്ക്കും ഒക്കെ ഇപ്പുറത്ത് എന്തുണ്ട്, പ്രീ ഇമേജസ് ഉണ്ട്. ആരും ഇവിടെ വേക്കന്റ് ആയിട്ട് ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് നിൽക്കുന്നില്ല. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിളാ, ഒരു ഓൺ ടു ഫംഗ്ഷന് എക്സാമ്പിളാ. മനസ്സിലായോ ഓൺ ടു ഫംഗ്ഷൻ എന്താന്ന്? ഓക്കെ, അപ്പോ ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറയും. ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻ നോക്ക്, കണ്ടോ, ഇവിടെ സെക്കൻഡ് സെറ്റ് x2 ആണ്. x2ല് ഇനും എഫിനും ഇപ്പുറം എന്തില്ല, പ്രീ ഇമേജ് ഇല്ല. അപ്പൊ എല്ലാ എലമെന്റ്സും x2ലെ ഇപ്പുറത്തെ ഏതെങ്കിലുമൊക്കെ എലമെന്റ്സിന്റെ ഇമേജസ് ആയിട്ട് വന്നില്ല. അപ്പൊ നമുക്കിത് ഓൺ ടു ഫംഗ്ഷൻ അല്ല ഇൻ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഇൻ ടു ഫംഗ്ഷന് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. യൂത്ത് ഫെസ്റ്റിവലിലെ എക്സ് എന്ന് വെച്ചാൽ ഇവന്റ്സ്, വൈ എന്ന് വെച്ചാൽ അതിന്റെ പാർട്ടിസിപ്പൻസ് ആണ്. ഇവിടെ ഫഹദ് എന്ന് പറയുന്ന ആള് എന്ത് പങ്കെടുത്തിട്ടില്ല, ഏത് ഒരൊറ്റ ഐറ്റത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. ബാക്കി എല്ലാവരും എന്തിലെങ്കിലുമൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഫഹദ് എന്നുള്ള ആൾക്ക് ഇവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അതൊരു എന്തിന് എക്സാമ്പിളാ, ഇൻ ടു ഫംഗ്ഷൻ എക്സാമ്പിളാ. ഇത് ഓൺ ടു അല്ല. മനസ്സിലായോ? ഓക്കെ, ഇനി 1 1 ആൻഡ് ഓൺ ടു. ഒരു ഫംഗ്ഷൻ 1 1 ഓൺ ടുവും കൂടെ ആയാൽ അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ടു ബി 1 1 ആൻഡ് ഓൺ ടു ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ സെറ്റ് ടു ബി 1 1 ആൻഡ് ഓൺ ടു. അതാണ് എന്ത്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 ആൻഡ് ഓൺ ടു ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഓക്കെ, എല്ലാം 1 1 ആവാ മീൻസ് എല്ലാത്തിനും ഡിഫറെന്റ് ഇമേജസ് വേണം. 1ന് ബി, 2ക്ക് സി, 3ക്ക് എ, 4ക്ക് ഡി ഒക്കെ ഉണ്ട്. ഇവിടെ എല്ലാ എലമെന്റ്സിനും എന്തുകൊണ്ട്, ഇപ്പുറത്ത് പ്രീ ഇമേജും ഉണ്ട്. അപ്പൊ ഇത് 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ആണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഇനി ഷോർട്ട് കട്ട് കീസ് നോക്കിയേ, കണ്ടോ, എക്സ് എന്നുള്ളത് ഷോർട്ട് കട്ട് കീസ് ആണ്, വൈ എന്നുള്ളത് അതിന്റെ ഫംഗ്ഷൻ ആണ്. ഓരോന്നിനും ഡിഫറെന്റ് ഇമേജസ് ആണ് ഉള്ളത്. ഒന്നും സെയിം ആയിട്ട് വന്നിട്ടില്ല, സെയിം ഇമേജ് വരുന്നില്ല. ഇവിടെ ഉള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറം പ്രീ ഇമേജും ഉണ്ട്. അപ്പൊ ഇത് 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ.